ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് മാസങ്ങൾക്കകം ഇറാന്റെ സുപ്രധാന നീക്കം. ഒമാൻ കടലിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപവും നാവികാഭ്യാസത്തിന്റെ 2ാം ദിവസത്തിനിടെ ഇറാൻ കൂറ്റൻ മിസൈലുകൾ വിക്ഷേപിച്ചതായി സ്റ്റേറ്റ് ടിവി വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ആഴത്തിൽ നിന്നാണ് പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും വ്യാഴാഴ്ച ആരംഭിച്ച ഒരു അഭ്യാസത്തിൽ ഒമാൻ കടലിലെയും ഹോർമുസ് കടലിടുക്ക് സമീപമുള്ള അയൽപ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ക്രൂയിസ് ഖാദർ 110, ഖാദർ 380, ഗാദിർ എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ഗാഡ് 303 എന്ന് തിരിച്ചറിഞ്ഞ ഒരു ബാലിസ്റ്റിക് മിസൈലും വിക്ഷേപിച്ചു. മിസൈലുകൾ വിക്ഷേപിക്കുന്നതും ലക്ഷ്യത്തിലെത്തുന്നതും ടിവി ദൃശ്യങ്ങളിൽ കാണാം. ഡിസംബർ 4 ആരംഭിച്ച് 2 ദിവസത്തോളം നീണ്ടുനിന്ന ഈ അഭ്യാസങ്ങൾ തങ്ങളുടെ സുരക്ഷാ മുൻഗണനകളിൽ ഇറാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിനെ അടിവരയിടുന്നു. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി വിക്ഷേപിച്ചത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇറാന്റെ മുന്നേറ്റമാണ് വെളിപ്പെടുത്തുന്നത്. കൂടാതെ സിമുലേറ്റഡ് ലക്ഷ്യങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും ഈ അഭ്യാസങ്ങളുടെ ഭാഗമായിരുന്നു.